ടീം മാർക്ക് ഏകീകരണത്തിൽ സർക്കാർ വാദം പൊളിയുന്നു. മാർക്ക് ഏകീകരണം ഇത്തവണ നടപ്പാക്കാനാവില്ലെന്നായിരുന്നു വിദഗ്ധ സമിതി ശുപാർശ. എൻട്രൻസ് കമ്മീഷണർ അധ്യക്ഷനായ സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ ശുപാർശ. പഠനം പൂർത്തിയാകുന്നതുവരെ നിലവിലെ ഫോർമുല തുടരുന്നതാണ് ഉചിതമെന്നും റിപ്പോർട്ടിൽ ശുപാർശ. ഇത് മറച്ചുവെച്ചാണ് മാർക്ക് ഏകീകരണം സർക്കാർ നടപ്പാക്കിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, മാർക്ക് ഏകീകരണം ഇക്കൊല്ലം ഉചിതമല്ല എന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിട്ടും ശുപാർശ ചെയ്തിട്ടും അത് അവഗണിച്ചുകൊണ്ട് സർക്കാർ ഒരു തീരുമാനമെടുത്തു. അതല്ലേ ഇപ്പോഴുള്ള തിരിച്ചടിക്ക് നിദാനം? അതെ അനിൽ നമ്പ്യാർ, അതായത് ഇത്തവണ മാർക്ക് ഏകീകരണ ഫോർമുല അത് നടപ്പാക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു വിദഗ്ധ സമിതി ശുപാർശ ചെയ്തത്. പക്ഷെ അത് മറികടന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തവണ ഈ മാർക്ക് ഏകീകരണ ഫോർമുല മാറ്റിക്കൊണ്ട് പ്രോസ്പെക്ടസിലടക്കം മാറ്റം വരുത്തിയത്. അത് തന്നെയാണ് ഹൈക്കോടതിയിൽ തിരിച്ചടി നൽകുവാനായിട്ടുള്ള പ്രധാന കാരണമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഒരു വാദം എന്ന് പറയുന്നത് വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കീമിന്റെ മാർക്ക് ഏകീകരണ ഫോർമുല അത് കൊണ്ടുവന്നതെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, അതിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എൻട്രൻസ് കമ്മീഷണർ അധ്യക്ഷനായിട്ടുള്ള സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് ഈ പഠനം പൂർത്തിയാകുന്നത് വരെ നിലവിലെ ഫോർമുല തുടരുന്നതാണ് ഉചിതം എന്നുള്ളതായിരുന്നു ശുപാർശ. മറ്റൊന്ന്, ഇനി ഈ ഫോർമുല മാറ്റുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള പഠനം വേണം. ആഴത്തിലുള്ള പഠനവും വലിയ രീതിയിലുള്ള ചർച്ചയും നടത്തിയതിനു ശേഷം മാത്രമേ ഈ ഫോർമുലയിൽ മാറ്റം വരുത്താനാകൂ എന്നുള്ളതായിരുന്നു വിദഗ്ധ സമിതി ശുപാർശ ചെയ്തത്. പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്തതാകട്ടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ പ്രോസ്പെക്ടസിലടക്കം മാറ്റം വരുത്തിക്കൊണ്ട് പിറ്റേ ദിവസം റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇത് വലിയ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവരുടെ റാങ്കിൽ ഘടന മാറ്റുന്നതിൽ, പ്രത്യേകിച്ച് ഈ ഹൈക്കോടതിയിൽ എത്തിയ സമയത്ത് റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണം എന്നുള്ള ഉത്തരവിലേക്ക് നയിക്കുന്നതിന് കാരണമായി എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും മാർക്ക് ഏകീകരണം അത് വലിയ രീതിയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയത് പാളിപ്പോയി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നേരത്തെ ഈ സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിന് മുന്നേ തന്നെ ഈ എൻട്രൻസ് കമ്മീഷൻ ഒരു നിർദ്ദേശം വെച്ചിരുന്നത് നവംബർ മാസം, അതായത് മാർക്ക് ഏകീകരണ ഫോർമുല സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു ചർച്ച നവംബർ മാസം വേണമെന്നുള്ള നിലപാട് കമ്മീഷൻ അടക്കം സ്വീകരിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചത് ജൂൺ 30 മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പിന്നീട് ജൂലൈ 1 ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു. എന്തായാലും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തത് ഈ വർഷം, അതായത് ഈ അധ്യയന വർഷം ഈ മാർക്ക് ഏകീകരണ ഫോർമുല മാറ്റേണ്ടതില്ല എന്നുള്ള നിലപാടായിരുന്നു. അത് പക്ഷേ സംസ്ഥാന സർക്കാർ മറികടന്നുകൊണ്ട് ഇത്തവണ പുതിയ 5:3:1 എന്നുള്ള രീതിയിൽ മാർക്ക് ഏകീകരണ ഫോർമുല മാറ്റി. അത് സ്വാഭാവികമായിട്ടും CBSE വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകുകയും അവർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയുമായിരുന്നു. എന്തായാലും കീമിന്റെ റാങ്ക് പട്ടിക സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിട്ടുണ്ട്. സർക്കാരിന്റെ അപ്പീൽ തള്ളിയതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ഹൈക്കോടതിയിലടക്കം സംസ്ഥാന സർക്കാർ ഉന്നയിച്ച പല വാദഗതികളുമാണ് ഇതോടെ പൊളിയുന്നത്. അനിൽ നമ്പ്യാർ.